കൂടെ ഒരാൾ ഒരു ഹമ്മിങ് കിട്ടുമെന്നും പറഞ്ഞ് എന്ത് സ്ട്രക്ചർ മാറാനാണ് ടീച്ചറെ? നിങ്ങൾ പറയുന്ന റൂൾസും റെഗുലേഷൻ്റെ വയലേഷൻ ആണെങ്കിൽ ആ പാട്ട് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ? ഇപ്പോൾ ഇതിപ്പോൾ കേരളത്തിലെ എല്ലാ കലാ ആസ്വാദകരും നിങ്ങളെ മരണം വരെയും പ്രാവും. എൻ്റെ പൊന്നു ടീച്ചറെ, നിങ്ങളൊന്നും കേരളത്തിൽ ജനിക്കേണ്ടവരല്ല, ഇവരൊന്നും ജനിക്കേണ്ടവരേ അല്ല. എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിയിൽ പാടുന്നതിനിടെ ഗായകൻ ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്നും പ്രിൻസിപ്പൽ മൈക്ക് വാങ്ങിയ സംഭവത്തിൽ പ്രതികരിക്കുകയാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകൻ ദീപക് സനൽ. കോഴഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ കോളേജ് ഡേയോട് അനുബന്ധിച്ച് ഉദ്ഘാടനത്തിന് ജാസി ഗിഫ്റ്റ് പാടിക്കൊണ്ടിരുന്നപ്പോൾ വേദിയിലേക്ക് കടന്നു കയറി പ്രിൻസിപ്പൽ മൈക്ക് പിടിച്ചു വാങ്ങിച്ച് ജാസി ഗിഫ്റ്റിനെ ഇറക്കിവിട്ട സംഭവത്തിൽ പ്രിൻസിപ്പാളിന്റെ ഭാഗം 2015 ഗവൺമെന്റിന്റെ ഒരു ഓർഡർ പ്രകാരം കോളേജുകളിൽ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ പെയ്ഡായിട്ടുള്ള മ്യൂസിക് പെർഫോമൻസ്, DJ പാർട്ടികൾ അതൊന്നും തന്നെ അനുവദിക്കുന്നതല്ല. ഈ സംഭവത്തിനെക്കുറിച്ച് കേരള ഹൈക്കോടതിയും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ജാസി ഗിഫ്റ്റിനെ ഉദ്ഘാടനത്തിനായിട്ട് വിളിക്കുകയും അത് പ്രകാരം ഉദ്ഘാടകൻ എന്നുള്ള നിലയിൽ ഒരു 5 പാട്ട് പാടാനുള്ള അനുമതിയും പ്രിൻസിപ്പാൾ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ജാസി ഗിഫ്റ്റ് തന്നെ കൊണ്ടുവന്ന ഒരു സഹഗായകൻ വേദിയിൽ പാടുമ്പോഴാണ് പ്രിൻസിപ്പാൾ വേദിയിലേക്ക് കടന്നു വന്ന് ജാസി ഗിഫ്റ്റിന് മാത്രം പാടാനാണ് അനുവാദം കൊടുത്തത്, കൂടെയുള്ള ഒരാൾക്കും പാടാൻ പറ്റില്ല എന്നാണ്. എൻ്റെ പൊന്നു ടീച്ചറെ, ജാസി ഗിഫ്റ്റിൻ്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജാസി ഗിഫ്റ്റിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ മെയിനായിട്ടൊരു പാട്ടിൻ്റെ ഇടയിൽ ഒരുപാട് ട്രാക്കുകൾ ഉണ്ടാവും. കോറസ്, ഹമ്മിങ്, എന്തിന് ഹിന്ദി, തെലുങ്ക്, തമിഴ് പോലുള്ള മറ്റു ഭാഷയുടെ രീതിയിലുള്ള വരികൾ പോലും പാട്ടിലുണ്ടാകും. അതിന് കൂടെ ഒരു സഹായിയെ കൊണ്ടുവന്ന് പാടിച്ചതിൽ എന്താണ് തെറ്റ്? ടീച്ചർ പറയുന്നു അത്തരത്തിൽ പാട്ട് വേറൊരാളും കൂടെ പാടുമ്പോൾ ആ സ്ട്രക്ചർ, ആ ഫംഗ്ഷൻ്റെ സ്ട്രക്ചർ മാറുമെന്ന്. കൂടെ ഒരാൾ ഒരു ഹമ്മിങ് കിട്ടുമെന്നും പറഞ്ഞ് എന്ത് സ്ട്രക്ചർ മാറാനാണ് ടീച്ചറെ? നിങ്ങൾ പറയുന്ന റൂൾസും റെഗുലേഷൻ്റെ വയലേഷൻ ആണെങ്കിൽ ആ പാട്ട് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ? ഇപ്പോൾ ഇതിപ്പോൾ കേരളത്തിലെ എല്ലാ കലാ ആസ്വാദകരും നിങ്ങളെ മരണം വരെയും പ്രാവും. എൻ്റെ പൊന്നു ടീച്ചറെ, നിങ്ങളൊന്നും കേരളത്തിൽ ജനിക്കേണ്ടവരല്ല, ഇവരൊന്നും ജനിക്കേണ്ടവരേ അല്ല. Every time I want to see my girl. അതേസമയം ഈ വിഷയത്തിൽ പ്രിൻസിപ്പൽ ചെയ്തത് തെറ്റാണെന്ന് പ്രതികരിച്ച് ശാന്തിവിള ദിനേശും രംഗത്തെത്തുകയാണ്. ഇന്നത്തെ കാലത്ത് കോളേജ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ കവിയൂർ പൊന്നമ്മയെ വിളിക്കണമെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞാൽ പിള്ളേര് ഗെറ്റ് ഔട്ട് അടിക്കുമെന്നാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറയുന്നത്. പുതിയ ജനറേഷൻ അങ്ങനെയാണല്ലോ, നമ്മുടെ ഹണീറോസ് ചേച്ചിയെ കിട്ടുമോ എന്നായിരിക്കും ഈ പ്രിൻസിപ്പലിനോട് ആദ്യം അവിടെ പഠിക്കുന്ന പിള്ളേർ ചോദിക്കുന്നത്. ഹണീറോസ് ചേച്ചി വന്നാൽ ഈ കോളേജിന്റെ ഉദ്ഘാടനം നന്നായി നടക്കും, നല്ല കവറേജ് കിട്ടും. പിള്ളേരുടെ നിർബന്ധത്തിന് വഴങ്ങി ഹണീറോസിനെ ക്ഷണിച്ചിട്ട് സെറ്റും മുണ്ടും ഉടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഹണീറോസ് കേൾക്കുമോ? അവർക്കിഷ്ടമുള്ള കംഫർട്ടബിളായ വസ്ത്രമല്ലേ അവരിടൂ. പ്രിൻസിപ്പലിന് വിവരമില്ല എന്ന് തന്നെ ഹണി പറയും. കാരണം അവർക്ക് ധരിച്ചാൽ അഴകുള്ള വേഷങ്ങളെ ധരിക്കൂ. ഇത് തന്നെയല്ലേ കോളേജിലും സംഭവിച്ചതെന്നാണ് ശാന്തിവിള ദിനേശ് ചോദിക്കുന്നത്. ഇപ്പോഴും ലജ്ജാവതിയെ എന്ന പാട്ട് കേട്ടാൽ 3ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ വരെ തുള്ളിക്കളിക്കും. ലജ്ജാവതി എന്ന പാട്ട് പാടരുത്, പകരം KPSലെ പാട്ടുകൾ പാടിയാൽ മതിയെന്ന് പറയാൻ പറ്റുമോ എന്നാണ് ശാന്തിവിള ദിനേശ് ചോദിക്കുന്നത്. അങ്ങനെ ശടിക്കാമോ എന്നാണ് തനിക്ക് ചോദിക്കാനുള്ളതെന്നും, യേശുദാസ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടല്ലേ പാടൂ, അതുപോലെ ജാസി ഗിഫ്റ്റ് വന്നാൽ ജാസി ഗിഫ്റ്റിന്റെ പാട്ടല്ലേ പാടൂ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പൊതുപരിപാടികളിൽ സമൂഹത്തിൽ ബഹുമാന്യ സ്ഥാനമുള്ളവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി പ്രവർത്തിച്ച ദയാഭായിയെ പോലെയുള്ളവരെ എത്ര പേർക്ക് അറിയാമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യാൻ സണ്ണി ലിയോൺ വന്നപ്പോൾ ട്രെയിൻ പിടിച്ചാണ് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും യുവാക്കൾ എത്തിയത്. സണ്ണി ലിയോൺ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചുക്കം ചെയ്തിട്ടില്ല. അവരുടെ മേനി പ്രദർശനം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ സണ്ണി ലിയോൺ ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. മലയാളത്തിലെ ഒരു നടി ഇപ്പോൾ ഇങ്ങനെയാണെന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു വെക്കുകയാണ്. ഇഷ്ടം പോലെ എടുത്തോ എന്ന രീതിയിലുള്ള വേഷഭൂഷാദികളുമായി മേനി പ്രദർശനം നടത്തുന്ന മലയാള സിനിമയിലെ ഒരു നടി ഇപ്പോൾ എന്തുമാത്രം ഉദ്ഘാടനം ചെയ്ത് ജീവിക്കുന്ന നടിയെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ സിനിമയിലൊന്നും ഇപ്പോൾ ഇത് അധികമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ജാസി ഗിഫ്റ്റിന്റെ വിഷയത്തിൽ വിമർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.